നമുക്കിന്ന് എങ്ങനെയാണ് 45 ദിവസം കൊണ്ട് 300 രൂപ നേടുന്നതെന്ന് നോക്കാം. അതും ഫ്രീ ആയിട്ട്. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ മാത്രം മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആപ്ലിക്കേഷനിൽ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ടാകും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോമിൽ ഓപ്പൺ ചെയ്യാൻ കാണിക്കും. ജസ്റ്റ് വൺസ് കൊടുത്ത് ഓപ്പൺ ചെയ്യുക, ഈ ആരോ കൊടുത്തേക്കുന്ന പോലെ. അതിനുശേഷം നിങ്ങളുടെ UPI ID അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. തുടർന്ന് കാണുന്ന ബോക്സിൽ ഗെറ്റ് 40 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, അതായത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 40 രൂപ ആദ്യം ക്രെഡിറ്റ് ആകും. അതിനു മുമ്പ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 1 രൂപയും ക്രെഡിറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ UPI ID കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. UPI ID എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന BIM ആപ്ലിക്കേഷനോ ഗൂഗിൾ പേയിലോ ചെന്ന് നോക്കിയാൽ UPI ID എന്ന് കാണും. അത് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതിയാകും. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ജോയിൻ നൗ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ നിങ്ങൾ ജോയിൻ നൗ കൊടുക്കുക. അതായത് ഇൻ ഓൺലി 45 days ഏൺ ഇനഫ് ക്രെഡിറ്റ്സ് ഫോർ 300 Amazon ടോട്ടൽ ഗിഫ്റ്റ് കാർഡ്. ഈ ഗിഫ്റ്റ് കാർഡ് നമുക്ക് INR ആക്കി മാറ്റാൻ കഴിയും, ഇന്ത്യൻ രൂപയാക്കി മാറ്റാൻ കഴിയും. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ അത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പേയിലേക്ക് ഇത് പിൻവലിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജോയിൻ നൗ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു അഗ്രിമെൻറ്റ് കാണിക്കും. ആ അഗ്രിമെൻറ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ടിക്ക് കൊടുക്കാം. ആ കാണുന്ന ബോക്സിലാണ് ടിക്ക് ചെയ്തിട്ട് ഐ അക്സെപ്റ്റ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ റീജിയൻ സെലക്ട് ചെയ്യുക, പോസ്റ്റൽ കോഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഏജും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പാസ്വേഡ് ഒന്ന് സേവ് ചെയ്തേക്കാം മറക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. നേരെ പ്ലേ സ്റ്റോർ വഴി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം അഗ്രി എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പെർമിഷൻസ് അലൗ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ ആ ഫോമിൽ ഫില്ല് ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം അക്നോളജ് എന്ന് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ എക്സ്പ്രഷൻ എന്നുള്ളത് നമ്മുടെ ആക്സസിബിലിറ്റി സെറ്റിങ്സ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ടോഗിൾ ചെയ്ത് ഓൺ ആക്കുക. ഓഫിലായിരിക്കും കിടക്കുക, ഓൺ ആക്കുക. എന്നിട്ട് ഇതുപോലെ ഓക്കെ എടുക്കുമ്പോൾ ഓൺ ആകും. തിരിച്ച് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ നെക്സ്റ്റ് എന്ന് കാണിക്കും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യുന്ന കോഡ് കൊടുത്തതിന് ശേഷം ഒരു VPN ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിക്കോളും. എന്നിട്ട് ഡൺ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ ഇസ് കംപ്ലീറ്റ് എന്ന് കാണിക്കും. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ 300 രൂപ 45 ദിവസത്തിൽ ലഭിക്കുന്നത്. ഓക്കെ, സോ പ്രൈവസി കൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ അഡ്വർടൈസിങ് ഐഡിയ വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ കമ്പനി ഒരു മാർക്കറ്റിംഗ് റിസർച്ച് കമ്പനിയാണിത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബാറ്ററി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാറ്ററി ഒന്ന് സെർച്ച് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അൺമോണിറ്റർഡ് ആപ്സിൽ നമ്മളുടെ ഈ മൊബൈൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ആഡ് ചെയ്തിടുക. ഓക്കെ, എന്നിട്ട് ഡൺ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടാസ്ക് ബാറിൽ മിനിമൈസ് ചെയ്തിട്ട് അവിടെ ടാസ്ക് ബാറിൽ മെനു ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോക്ക് ദിസ് ആപ്സ് എന്ന് കാണിക്കും. അങ്ങനെ ലോക്ക് ചെയ്യാം. മൊബൈൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാം. ഓക്കെ, ലോക്ക്ഡായി ഡൺ കൊടുക്കുക. എന്നിട്ട് മൊബൈൽ എക്സ്പ്രഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും നെക്സ്റ്റ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ കാണിക്കും. ക്രോം എന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് വൺസ് കൊടുക്കുക. ഈ ഭാഗത്ത് ക്ലെയിം 8 ക്രെഡിറ്റ്സ് എന്ന് നിങ്ങൾക്ക് ഒരാഴ്ചയിലും കാണാൻ പറ്റും. സോ ഡെയിലി നിങ്ങൾ ജസ്റ്റ് 1 മിനിറ്റ് എങ്കിലും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതുണ്ട് ഈ പേജിലേക്ക്.